സുനിഷ, ഇപ്പോൾ ഈ വീട്ടിൽ അനന്തകുമാർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ നമ്മൾ? അരുൺ, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടിൽ അനന്തകുമാർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഒരേ സമയം തന്നെ കൊച്ചിയിൽ നിന്നെത്തിയ യൂണിറ്റ് അനന്തകുമാറിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ തൊട്ടടുത്തായുള്ള ഈ ഓഫീസുകളിലും പരിശോധന നടത്തുന്നു എന്നത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ രീതിയിലുള്ള ഇടപാടുകളാണ് അനന്തകുമാർ നടത്തിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം രാവിലെ തന്നെ ഇവിടെ ഈ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. നേരത്തെ അനന്തകുമാറിൻ്റെ വീട്ടിലായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ വീണ്ടും ഈ സായിഗ്രാം കേരളയുടെയും സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും പരിശോധന നടത്തുകയാണ്. ഏതായാലും ഇവർ വാതിലടച്ച് അകത്ത് പരിശോധന തുടരുകയാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ പകുതിവില തട്ടിപ്പിൻ്റെ സൂത്രധാരൻ KN ആനന്ദകുമാർ ആണ് എന്ന തരത്തിലൊക്കെ തന്നെയും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. അനന്തകൃഷ്ണൻ എങ്ങനെയാണോ ഇതിൽ പങ്കുള്ളത് അതേ രീതിയിൽ തന്നെ ആനന്ദകൃഷ്ണനും പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ തന്നെ റിപ്പോർട്ടർ ചാനൽ തന്നെ പുറത്തുവിട്ട 2023 ഡിസംബർ 4 അദ്ദേഹം ഈ കോഴിക്കോട് പറഞ്ഞ പ്രസംഗത്തിൽ തന്നെ കൃത്യമായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. ഈ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ CSR ഫണ്ട് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. 5000 ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് നൽകുന്നത് ഞങ്ങളാണ്, 2000 രൂപ വീതം ഓരോ ലാപ്ടോപ്പിനും ചെലവാക്കുന്നത് ഞങ്ങളുടെ പണം ഉപയോഗിച്ചാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ പ്രസംഗത്തിലടക്കം പറയുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ അനന്തകൃഷ്ണനിൽ നിന്നും ഈ 10 ലക്ഷം രൂപ പ്രതിമാസം വാങ്ങി എന്ന കാര്യം നിഷേധിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുകയും ചെയ്തിട്ടില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത്, അതിലേറെ പണം വാങ്ങിയിട്ടുണ്ടോ, മറ്റാരെങ്കിലുമായി ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കാര്യം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. അതൊക്കെ തന്നെയും വിശദമായി പരിശോധിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകുതിവില തട്ടിപ്പിൽ തെളിവുകൾ തേടുകയാണ് ഇഡി. 12 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിലും KN ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ വീട്ടിലും ഓഫീസിലും പരിശോധന തുടരുകയാണ്. തോന്നയ്ക്കൽ സായിഗ്രാമിലും അതേസമയം പരിശോധനയുണ്ട്. അനന്തകൃഷ്ണന്റെ കൊച്ചിയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും ഇതേസമയം പരിശോധന നടത്തുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും ക്രൈംബ്രാഞ്ചും ഇഡിയും ചേർന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. റിനു ശ്രീധരും സുനിഷയിലൂരും ശാസ്തമംഗലത്ത് നിന്നും അർജുൻ മട്ടന്നൂരും ലാലി വിൻസെന്റിന്റെ ഓഫീസിലും സൈഫുനീസ ഇപ്പോൾ വീട്ടിലുമുണ്ട്. നമുക്ക് ഒന്ന് സൈഫുനീസയിലേക്ക് പോകാം. സൈഫുനീസ, ലാലി വിൻസെന്റ് വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇഡി റെയ്ഡ് തുടരുകയാണ് അല്ലേ? അരുൺകുമാർ, ലാലി വിൻസെന്റ് വീട്ടിൽ ഇഡി റെയ്ഡ് തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അനന്തകൃഷ്ണന്റെ പനമ്പിള്ളി നഗറിലെ ഓഫീസിലാണ്. പനമ്പിള്ളി നഗറിന്റെ ഓഫീസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുകയാണ്. ക്രൈംബ്രാഞ്ച് SP MJ സോജന്റെ നേതൃത്വത്തിലാണ് സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അനന്തകൃഷ്ണന്റെ പനമ്പിള്ളി നഗറിലെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് അനന്തകൃഷ്ണൻ ഉള്ളത്. മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്തകൃഷ്ണനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ ക്രൈംബ്രാഞ്ച് വാങ്ങിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുന്നതിനിടെ ഇപ്പോൾ പനമ്പിള്ളി നഗറിലെ ഇയാളുടെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് SP നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. ഈ SP ആദ്യമായാണ് ഈ കാര്യത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ അന്വേഷണത്തിനായി എത്തുന്നത്. ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. 1 മണിക്കൂർ മുൻപാണ് ക്രൈംബ്രാഞ്ച് ഇവിടെ പരിശോധന ആരംഭിച്ചത്. പല സ്ഥലങ്ങളിൽ, അതായത് 12ഓളം സ്ഥലങ്ങളിൽ ഇഡിയുടെ പരിശോധന നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം 2 ദിവസം അടുപ്പിച്ച് ഇവിടെ പരിശോധന ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും SPയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഇഡി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രേഖകളും അടിസ്ഥാനമാക്കി റെയ്ഡും മറ്റു കാര്യങ്ങളും നടത്തുന്നതിനിടെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരിശോധന നടത്തുമ്പോൾ അനന്തകൃഷ്ണൻ ഇന്നലെ മുഴുവൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അനന്തകൃഷ്ണനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള MJ സോജന്റെ നേതൃത്വത്തിൽ നേരിട്ടെത്തിയുള്ള പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരിശോധന തുടരുകയാണ്. വാതിലടച്ചിട്ടാണ് പരിശോധന നടത്തുന്നത്. അനന്തകൃഷ്ണൻ തൃപ്പൂണിത്തുറയിലെ SPയുടെ ഓഫീസിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അവിടെ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെയാണ് ഇവിടെ പരിശോധനയും നടക്കുന്നത്. ഏതെങ്കിലും രേഖകൾ ഇനി അനന്തകൃഷ്ണൻ്റെതായി മൊഴിയിൽ നിന്ന് പുതുതായി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു സംശയം നിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ രേഖകളും ഇവിടെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടത്തിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം ആദ്യ ദിവസം പിന്നിടുമ്പോൾ തന്നെ പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം അനന്തകൃഷ്ണന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെയും
അനന്തകുമാറിന്റെയും വീട്ടിലടക്കം 12 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഒരേ സമയം റെയ്ഡ് നടത്തുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിലെത്തി ഒരേ സമയം തന്നെ ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കൊച്ചിയിൽ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന അനന്തകൃഷ്ണന്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന SP സോജന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുകയുമാണ്.